everyone. Welcome to Psycho Learning. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു കൈൻഡ് ഓഫ് സൈക്കോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജി സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ അധികം എങ്ങനെ എന്താ പറയുക ഡിസീസസിലൊക്കെ ഫോക്കസ് ചെയ്ത്, അതേപോലെ നെഗറ്റീവ് ഇമോഷൻസിനെ, ആങ്കറിനെ എങ്ങനെ മാനേജ് ചെയ്യാം, സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് വരുമ്പം അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ഇമോഷൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സൈക്കോളജി പഠിക്കാം, അതേപോലെ പോസിറ്റീവ് ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ കുറിച്ച് സംസാരിക്കുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി. നമ്മൾ എന്തിന് പോസിറ്റീവ് സൈക്കോളജി പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും വീക്ക്നെസ്സിൽ മാത്രമല്ല നമ്മൾ സ്ട്രെങ്ത്തിലും ഫോക്കസ് ചെയ്യണം. അതായത് നമ്മളെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മളെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പോസിറ്റീവ് ഇമോഷൻസിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചേ മതിയാവും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ പോസിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പോസിറ്റീവ് സൈക്കോളജി. സൈക്കോളജിയിൽ വളരെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സൈക്കോളജിയാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൽ ഒരുപാട് കണ്ടന്റ്സ് പറയുന്നത് നമ്മൾ ന്യൂ ആണ് ഈ ഒരു ഫീൽഡിലേക്ക്, അല്ലെ? അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിയുടെ ഫീൽഡാണ് പോസിറ്റീവ് സൈക്കോളജി അക്കോർഡിംഗ് ടു അതർ ഫീൽഡ്സ്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പോസിറ്റീവ് സൈക്കോളജി? പോസിറ്റീവ് സൈക്കോളജി ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹാപ്പിനെസ്, വെൽബീയിങ് ആൻഡ് സ്ട്രെങ്ത്. നമ്മളെ സ്ട്രെങ്ത്തിനെ കുറിച്ചും ഹാപ്പിനെസിനെ കുറിച്ചും വെൽബീയിങ്ങിനെ കുറിച്ചും പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്തത് എന്താണ് ഒരു മനുഷ്യനെ വർത്ത് ലിവിങ് ആക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രീറ്റിംഗ് പ്രോബ്ലംസ് മാറി എന്താണ് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, അവരുടെ ലൈഫ് ഫുൾഫിൽഡ് ആക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കുട്ടികളും അവര് 2 പേരും എക്സാമിന് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യും? ഭയങ്കര ഡിപ്രസ്ഡ് ആയി, ഭയങ്കര സാഡായി, അതിന് ഒരു ഫ്യൂച്ചറേ ഇല്ലാത്ത മാതിരി ബിഹേവ് ചെയ്യും. അടുത്ത കുട്ടി ചിലപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് പറ്റും, നമ്മൾ നന്നായി പഠിച്ച് നമുക്ക് ഇനി മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് വിചാരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. എന്ത് കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് പോസിറ്റീവായി ഇരിക്കാൻ പറ്റുന്നത് എന്നാണ് പോസിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത്. Okay, it believes that reducing illness is not enough. People also deserve joy and fulfillment. Okay, ഇതാണ് പോസിറ്റീവ് സൈക്കോളജി എന്താണെന്നത്. ഇനി എന്താണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് എമർജ് ചെയ്യാനും കാരണം എന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ സൈക്കോളജി മോസ്റ്റ്ലി പഠിക്കുന്നത് നെഗറ്റീവ് ഇമോഷൻസിനെയും മെന്റൽ ഇൽനെസിനെയും ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു 80,000 സ്റ്റഡീസ് ഡിപ്രഷനിൽ മാത്രം നമുക്കുണ്ട്. പക്ഷെ വെരി ഫ്യൂ തൗസൻഡ് സ്റ്റഡീസേ നമുക്ക് ഹാപ്പിനെസിനെ കുറിച്ചോ വെൽബീയിങ്ങിനെ കുറിച്ചോ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി പീപ്പിൾ വാണ്ടഡ് ഗൈഡൻസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നോട്ട് ജസ്റ്റ് റിമൂവ് പ്രോബ്ലം. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് വരണം. അപ്പൊ ഈ ഒരു എന്താ പറയാ ഇംബാലൻസ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡ് എമർജ് ചെയ്തത്. സോ ആരൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഫീൽഡ് കൊണ്ടുവരാൻ സഹായിച്ചത്? അതിൽ മെയിൻ ആയിട്ടുള്ള പങ്ക് വഹിച്ചത് മാർട്ടിൻ E.P. സെലിഗ്മാൻ ആണ് പോസിറ്റീവ് സൈക്കോളജിയിൽ. മാർട്ടിൻ E.P. സെലിഗ്മാൻ ആണ് നമ്മുടെ APA പ്രസിഡന്റ് ആയിരുന്നു 1998. APA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. മാർട്ടിൻ E.P. സെലിഗ്മാൻ അത് APA പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു മെയിൻ തീമായി പോസിറ്റീവ് സൈക്കോളജിനെ ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അങ്ങനെ മെക്സിക്കോയില് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്യുമൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മെക്സിക്കോയിൽ നടന്ന ഒരു മീറ്റിംഗ് ആണ് വിത്ത് റിസർച്ചേഴ്സ്. അതില് പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇവർ ക്രിയേറ്റ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ അതിൽ ഒരുപാട് റിസർച്ചേഴ്സ് അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയാസ്, തിയറീസ് ഒക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൽ മെയിൻലി പറയുന്നതാണ് വർക്ക് ബൈ എഡ് ഡിനർ, സബ്ജക്റ്റീവ് വെൽബീയിങ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കരോൾ റൈഫ് സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി സംസാരിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ.
പിന്നെ മിഹാലി സിക്സൺ മിഹാലി, അദ്ദേഹം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ. ഫ്ലോനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. എന്താണ് ഫ്ലോ? ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുമ്പോൾ, അത് എന്ത് തന്നെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡാൻസ് ചെയ്യാണ്, പഠിക്കുകയാണ്, എന്ത് ആക്ടിവിറ്റി ആയാലും നമ്മൾ മൊത്തത്തിൽ ഇൻവോൾവ് ആയി, അത് ടൈം പോകുന്നത് പോലും അറിയാതെ നമ്മൾ ഇൻവോൾവ് ആയി അതിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഫ്ലോ എന്ന് സിക്സൺ മിഹാലി പറഞ്ഞത്. അദ്ദേഹം ഈ സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു അജണ്ട വരുന്നതിന് മുന്നേ തന്നെ ഈ ഫ്ലോ എന്ന് പറയുന്ന തിയറി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ പീറ്റേഴ്സൺ ക്യാരക്ടർ ആൻഡ് വെർച്യൂ. ക്യാരക്ടർ ആൻഡ് വെർച്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റീസ്. ഫ്രെഡറിക്സൺ പോസിറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചു. ലിബോമിസ്കി ഹാപ്പിനെസിനെ കുറിച്ച് സംസാരിച്ചു. കാഷ്ഡൺ വെൽബീയിങ്ങിനെ കുറിച്ചും, സ്റ്റിഗർ നമ്മളുടെ മീനിങ്, ലൈഫിൽ ഒരു മീനിങ് ഫുൾനെസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇവരൊക്കെ കൂടി ചേർന്നാണ് ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് എമേർജ് ചെയ്യാൻ കാരണമായത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണെങ്കിൽ, ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ 2 ഫോക്കസിനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഒരു ടോപ്പിക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിലൊന്നാണ് ഹെഡോണിക് ആൻഡ് യൂഡമോണിക് ഹാപ്പിനെസ്. ഹെഡോണിക് ഹാപ്പിനെസ് എന്താണ്? ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഹെഡോണിക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹെഡോണിക് വെൽബീയിങ് എന്ന് പറയുന്നത് പ്ലഷർ, ഹാപ്പിനെസ്, ഫീലിംഗ് ഗുഡ് ഇൻ ദ മൊമെന്റ്. അറ്റ് പ്രസന്റ് ഞാൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഞാൻ ഹാപ്പി ആണോ എന്നുള്ളത്, പ്ലഷറിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഹെഡോണിക് ഹാപ്പിനെസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഡെസേർട്ട് കഴിച്ചു, ഞാൻ ഹാപ്പിയാണ്. ഞാനൊരു വെക്കേഷന് പോയി, ഞാൻ ഹാപ്പിയാണ്. അതാണ് ഹെഡോണിക് ഹാപ്പിനെസ്. ലോങ് ടേമിലേക്ക് അവിടെ ഒന്നും വരുന്നില്ല. എന്ന് നേരെ മറിച്ച് യൂഡമോണിക് ഹാപ്പിനെസ് എന്താണ് പറയുന്നത്? യൂഡമോണിക് വെൽബീയിങ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മീനിങ്, പർപ്പസ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റിയലൈസിങ് യുവർ പൊട്ടൻഷ്യൽ. അതായത് ലോങ് ടേമിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, നമ്മുടെ പേർപ്പസ് ഓഫ് ലിവിങ്, നമ്മുടെ മീനിങ്, നമ്മുടെ ജീവിതത്തിലുള്ള മീനിങ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് യൂഡമോണിക് ഹാപ്പിനെസ്. അതായത് ഇപ്പൊ ടീച്ചർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അപ്പൊ ആ ഒരു ജനറേഷന് ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്തു എന്നുള്ള ഒരു ഫുൾഫിൽമെന്റ് ആ ടീച്ചർക്ക് വരും. അതാണ് യൂഡമോണിക് ഹാപ്പിനെസ്. ഹെഡോണിക് ഹാപ്പിനെസ് ജസ്റ്റ് ആ മൊമെന്റിൽ എന്താണോ തോന്നുന്നത്, യൂഡമോണിക് ലോങ് ടേം ആയിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി 2 waves ഓഫ് പോസിറ്റീവ് സൈക്കോളജി. PP എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സൈക്കോളജി. 2 waves ഓഫ് പോസിറ്റീവ് സൈക്കോളജി. അത് 2 അക്കോർഡിംഗ് ടു സെലിഗ്മൻ ആൻഡ് അക്കോർഡിംഗ് ടു വോങ്. 2 റിസർച്ചേഴ്സ് ആണ്. അക്കോർഡിംഗ് ടു സെലിഗ്മൻ ആൻഡ് അക്കോർഡിംഗ് ടു വോങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 2 waves വരുന്നത്. അതിൽ 2 waves നമുക്ക് ഫസ്റ്റ് വേവ് പറയുന്നത് സെലിഗ്മൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതെന്താ പറയുന്നത്? Focuses mainly on happiness, positive emotions, strength, and improving the pleasant aspects of life so that people can feel good and function well. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡോണിക് ഹാപ്പിനെസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെയാണ് ഇത് പറയുന്നത്. പോസിറ്റീവ് ഇമോഷൻസിനും സ്ട്രെങ്ത്തിനും പ്ലസന്റ് ആസ്പെക്ട്സിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിനാണ് സെലിഗ്മൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് നെഗറ്റീവ് ഇമോഷൻസിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുക, അതിലൊക്കെയാണ് സെലിഗ്മൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, ഫീലിംഗ് ഗുഡ്, ബീങ് ഹാപ്പി, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കണം എന്നുള്ളതിനാണ് സെലിഗ്മൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇത് എന്താണ്? ഹെഡോണിക് ഹാപ്പിനെസ് ആണ് അല്ലെ? കാരണം നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഹെഡോണിക് ഹാപ്പിനെസ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ വോങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹൗ പീപ്പിൾ ക്യാൻ ഗ്രോ, find meaning and flourish even when they are experiencing pain, suffering and difficulty life challenges. അതായത് ഈവൻ നമ്മളൊരു പെയിന് അനുഭവിക്കുമ്പോൾ കൂടി നമ്മൾ നമ്മുടെ ആ പെയിനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പീരിയൻസസ് പഠിക്കണം, ഗ്രോ ചെയ്യണം, മീനിങ് കണ്ടെത്തണം. ഇതൊക്കെയാണ് വോങ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല, അത് നമ്മൾ ഫേസ് ചെയ്യണം, അതിലൂടെ നമ്മൾ കറേജിയസ് ആവണം, റെസിലിയൻസ് പഠിക്കണം, പേർപ്പസ് കണ്ടെത്തണം, ഇന്നർ സ്ട്രെങ്ത്തും കണ്ടെത്തണം എന്നാണ് വോങ് പറഞ്ഞിട്ടുള്ളത്. സെലിഗ്മൻ പറഞ്ഞത് നെഗറ്റീവ് ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെയാണ്. വോങ് പറഞ്ഞത് അതിലൂടെ നമ്മൾ നമ്മുടെ സഫറിങ്സിലൂടെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് എല്ലാം കണ്ടെത്തണം എന്നാണ്. ഇതെന്താണ്? ഇതൊരു യൂഡമോണിക് ഫോക്കസ് ആണ്. അതൊരു ഹെഡോണിക് ആയിരുന്നു, അത് യൂഡമോണിക് ആണ്. കാരണം നമ്മൾ ലോങ് ടേമിലേക്ക് നമ്മള് അതായത് ജസ്റ്റ് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, നെഗറ്റീവ് ഇമോഷൻസ് ഒഴിവാക്കുക എന്നുള്ളതല്ല. ഇനി ലൈഫ് ലോങ് നമ്മൾ ആ ഒരു നെഗറ്റീവ് ഇമോഷനിൽ നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്തു, നമ്മൾ എങ്ങനെ മീനിങ് ഫുൾ ആയി എന്നൊക്കെ പറയുന്നതാണ് അക്കോർഡിംഗ് ടു വോങ്. ഇതാണ് 2 വേവ്സ്, അക്കോർഡിംഗ് ടു സെലിഗ്മനും അക്കോർഡിംഗ് ടു വോങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു യൂണിറ്റിൽ.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെൽബീയിങ്ങിനെ കുറിച്ചാണ്. വെൽബീയിങ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വെൽബീയിങ്ങും ഹാപ്പിനെസ് ഒക്കെ ഒന്നാണെന്ന്. വെൽബീയിങ് ഹാപ്പിനെസ് ഒന്നല്ല. വെൽബീയിങ് ബിയോണ്ട് ഹാപ്പിനെസ് ആണ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ഗ്രോത്ത്, ഫുൾഫിൽമെന്റ്, കോൺട്രിബ്യൂഷൻ ടു കമ്മ്യൂണിറ്റി, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് വെൽബീയിങ് എന്നത്. അല്ലാണ്ട് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് അല്ല. നമ്മൾ പേഴ്സണലി ഗ്രോ ആവുന്നത്, നമ്മൾ ഫുൾഫിൽഡ് ആവുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് വെൽബീയിങ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഇപ്പൊ യൂണിറ്റ് 1 സിന്തസൈസ് ചെയ്യുന്നത് 3 മേജർ മോഡൽസ് ആണ്. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റീവ് വെൽബീയിങ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അതായത് നമ്മളെ അക്യുമൽ മീറ്റിംഗിൽ എഡ് ഡിന്നർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണെന്നുള്ളത്. അപ്പൊ ഈ സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് പോസിറ്റീവ് എഫക്ട് വരുന്നുണ്ട്, നെഗറ്റീവ് എഫക്ട് വരുന്നുണ്ട്, ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് സബ്ജക്റ്റീവ് വെൽബീയിങ്. ഇതൊരു ഹെഡോണിക് ഫോക്കസ് ആണ്. ജസ്റ്റ് ഒരു പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷന് മാത്രമേ അത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി അയാളുടെ ലൈഫിലേക്ക് കടന്നു, ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹാപ്പി ആണോ എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാ? അവൻ സ്കൂളിൽ പോയി, സ്കൂളിൽ ടീച്ചേഴ്സ് അവനോട് നല്ലപോലെ പെരുമാറി, അന്നത്തെ ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മി നല്ലപോലെ പെരുമാറി, അപ്പൊ അവൻ ഹാപ്പിയാണ്. സോ അവൻ എങ്ങനെ അവന്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സബ്ജക്റ്റീവ് വെൽബീയിങ് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഓട്ടോണോമി, അതായത് നമ്മളുടെ ഫ്രീഡം, എൻവയോൺമെന്റൽ മാസ്റ്ററി, വിച്ച് മീൻസ് നമ്മൾ എൻവയോൺമെന്റിലെ സ്ട്രഗിൾസിനെയൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മുടെ നീഡ്സിന് സ്യൂട്ടബിൾ ആയിട്ട് എങ്ങനെ നമ്മൾ എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യുന്നു എന്നത്. പേഴ്സണൽ ഗ്രോത്ത് അറിയാം, പോസിറ്റീവ് റിലേഷൻസ്, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് നമ്മൾ എങ്ങനെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേർപ്പസ് ഇൻ ലൈഫ്, സെൽഫ് ആക്സെപ്റ്റൻസ്, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് സൈക്കോളജിക്കൽ വെൽബീയിങ് വരുന്നത്. യൂഡമോണിക് ഫോക്കസ് ആണ്, മീനിങ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ ആണ് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് വെൽബീയിങ് ഹെഡോണിക് ആയിരുന്നു, സൈക്കോളജിക്കൽ വെൽബീയിങ് യൂഡമോണിക് ആണ്. കരോൾ ഡ്രിഫ് ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 വെൽബീയിങ് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് പെർമാ മോഡൽ. പെർമാ മോഡൽ എന്ന് പറയുന്നത് സെലിഗ്മൻ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. സെലിഗ്മന്റെ ആണ് പെർമാ മോഡൽ. സെലിഗ്മൻ പറയുന്നത് വെൽബീയിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല വെൽബീയിങ്. വെൽബീയിങ് എന്ന ഫ്ലറിഷ്മെന്റും കൂടിയാണ് ലൈഫിൽ. ഫ്ലറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ ആക്റ്റീവ് ആവുന്ന കാര്യമാണ് ഫ്ലറിഷ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ്, അതായത് ഒരു സക്സസ്ഫുൾ പാത്തിലാണ് നമ്മൾ ലൈഫ് പോകുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പെർമാ മോഡൽ. ഈ പെർമാ എന്ന് പറയുന്ന വേർഡ് ഓരോ വേർഡ്സും ഓരോ സെന്റർ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. പി, പോസിറ്റീവ് ഇമോഷൻസ്, അതായത് എന്തൊക്കെയാണ്, ജോയ്, സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെന്റ്, ഇതാണ് പോസിറ്റീവ് ഇമോഷൻസിൽ വരുന്നത്. അതാണ് പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, എൻഗേജ്മെന്റ്. നമ്മൾ നേരത്തെ 6 and മിഹൈലയുടെ ഒരു കാര്യം പറഞ്ഞു, ഫ്ലോ, അതാണ് എൻഗേജ്മെന്റിൽ പറയുന്നത്. ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി അതിൽ എന്ത് ചെയ്യുക, എൻഗേജ്ഡ് ആണോ, ടൈം പോലും മനസ്സിലാക്കാതെ നമ്മൾ എൻഗേജ്ഡ് ആയി അതിൽ ഫുൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഇ. ആർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ്, ചുറ്റുമുള്ള സോഷ്യലി നമ്മളെ വീട്ടുകാരായിട്ടും ഫ്രണ്ട്സിനായിട്ടും നെയ്ബേഴ്സിനായിട്ടും നമ്മൾ എങ്ങനത്തെ റിലേഷൻഷിപ്പാണ്, ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. 4ാമത്തത് എം, മീനിങ്. നമ്മളുടെ ലൈഫിൽ നമുക്കൊരു പേർപ്പസ് അല്ലെങ്കിൽ നമുക്കൊരു മീനിങ് കണ്ടെത്താൻ കഴിയുമ്പോൾ. എ, അക്കംപ്ലിഷ്മെന്റ്, അതായത് നമ്മൾ എന്ത് ഗോളാണോ വെച്ചിട്ടുള്ളത് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമ്പോൾ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് വെൽബീയിങ് ഉണ്ടാവുന്നത് എന്നാണ് സെലിഗ്മൻ പറയുന്നത്. ഓക്കെ, അതായത് വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നിയർലി ഒരു ഹെഡോണിക് ഹാപ്പിനെസ് ആണ്. സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ യൂഡമോണിക് ഹാപ്പിനെസ് ആണ്. ആൻഡ് പെർമാ മോഡൽ എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പെർമയിലെ വരുന്ന 5 കാര്യങ്ങളും ചേർന്ന് വരുന്നതാണ് വെൽബീയിങ്. ഇറ്റ്സ് മെഷറബിൾ എന്നാണ് സെലിഗ്മൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഓവറോൾ വെൽബീയിങ്, അതായത് ഓവറോൾ ഫ്ലറിഷ്മെന്റ് ആണ് പറയുന്നത്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് വെൽബീയിങ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 വെൽബീയിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വെൽബീയിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇൻ പോസിറ്റീവ് സൈക്കോളജി. നമ്മൾ ഹിസ്റ്ററിയിലേക്കാണ് കടക്കുന്നത്. ഓക്കെ,
ഹിസ്റ്ററി. നമുക്ക് അതിന് മുന്നേ നമ്മൾ ഇതുവരെ പഠിച്ചൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ആരാണ് ഒറിജിനേഷൻ എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു, ഹെഡോണിക് ഹാപ്പിനെസിനെ കുറിച്ചും യൂഡോമോണിക് ഹാപ്പിനെസിനെ കുറിച്ചും പഠിച്ചു. അതേപോലെ 2 waves ഓഫ് പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ വെൽബീയിങ് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഓഫ് പോസിറ്റീവ് സൈക്കോളജിയാണ് പറയാൻ പോകുന്നത്. അപ്പോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് സൈക്കോളജിക്ക് ഒരുപാട് ഹിസ്റ്ററീസ് ഒന്നുമില്ല. ഒരു 2000 മുതലുള്ള ഹിസ്റ്ററി മാത്രമേ പോസിറ്റീവ് സൈക്കോളജി, കാരണം അത് റീസെന്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ബാക്കി കമ്പയറിംഗ് ടു ബാക്കി ഉള്ള ഫീൽഡ്സ് വെച്ച് നോക്കുമ്പോൾ റീസെന്റ് ആണ് പോസിറ്റീവ് സൈക്കോളജി. അതിന്റെ ഹിസ്റ്ററി എന്തായിരിക്കും? അത് ഇന്റേണലി നമുക്ക് പറയാൻ പറ്റും, എക്സ്റ്റേണലി നമുക്ക് പറയാൻ പറ്റും. ഇന്റേണൽ ഹിസ്റ്ററി എന്താണ്? ഇന്റേണൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെന്റ്സ് വിത്തിൻ ദ ഫീൽഡ്. അതായത് ഈ ഫീൽഡിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് നടന്നു എന്നാണ് ഇന്റേണൽ ഹിസ്റ്ററി പറയുന്നത്. 2, ഇവോൾവ് സയന്റിഫിക്കലി, എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് സയന്റിഫിക്കലി ഇവോൾവ് ചെയ്ത് വന്നത്, അതിൽ വരുന്ന തിയറീസ് എന്താണ്, മെത്തേഡ്സ് എന്താണ്, മേജർ റിസർച്ചേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്റേണൽ ഹിസ്റ്ററി. ഇതാണ് നമ്മൾ സത്യം പറഞ്ഞ സെലിഗ്മെന്റ് കാര്യത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇന്റേണൽ ഹിസ്റ്ററി, എങ്ങനെയാണ് ഈ സൈക്കോളജിക് ഫീൽഡ് എമർജ് ചെയ്തെന്നുള്ളത്. എക്സ്റ്റേണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ് എങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിനെ എഫക്ട് ചെയ്തത് എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഹിസ്റ്ററി. അതായത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ കണ്ടീഷൻസ്, വേൾഡ് ഇവന്റ്സ് എല്ലാം എങ്ങനെ, why and when a field emerged, help us understand why and when a field emerged. എങ്ങനെയാണ് ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് എക്സ്റ്റേണൽ ഹിസ്റ്ററി സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ഇന്റേണൽ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം സെലിഗ്മനെ കുറിച്ച് പറഞ്ഞു, സെലിഗ്മന്റെ ഒറിജിൻ, അതേപോലെ തന്നെ ബാക്കിയുള്ള റിസർച്ചേഴ്സ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത്, അതൊക്കെ നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരു ഇന്റേണൽ ഹിസ്റ്ററിയാണ്. ഇനി നമ്മൾ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ എങ്ങനെയാണ് നമ്മുടെ പോസിറ്റീവ് സൈക്കോളജി എമർജ് ചെയ്തതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ബിഫോർ സെലിഗ്മൻ, humanistic psychologists already studied human potential, healthy personality, growth and self-actualization. അതായത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ഹെൽത്തി പേഴ്സണാലിറ്റി ഒക്കെ. ആരൊക്കെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ? നമുക്കറിയാം, എബ്രഹാം മാസ്ലോ ഉണ്ട്, കാൾ റോജേഴ്സ് ഉണ്ട്, അങ്ങനെ നമുക്കറിയാം. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിനെ കുറിച്ച് നമ്മൾ സൈക്കോളജി ഫീൽഡിൽ വന്നപ്പോൾ തൊട്ടേ കേൾക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എബ്രഹാം മാസ്ലോ 1954 തന്നെ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിരുന്നു. കാൾ റോജേഴ്സ് നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും ജെന്യുവൻനെസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സണെ ജെന്യുവിൻ ആയിട്ട് അയാളെ എങ്ങനെയാണോ എന്നുള്ളത് ഒരു ജഡ്ജ്മെന്റും കൂടാതെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഒരു തരത്തിലുള്ള കണ്ടീഷൻസും വെക്കാതെ അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അതിനെ കുറിച്ചൊക്കെ കാൾ റോജേഴ്സ് ഓൾറെഡി സംസാരിച്ചിരുന്നു. ജെയിംസ് ബുഗെൻഡലോ ഒതന്റിസിറ്റിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിഡ്നി ജൊറാഡ് സെൽഫ് ഡിസ്ക്ലോഷർ, അതായത് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് ജെയിംസ് ബുഗെൻഡൽ സംസാരിച്ചിരുന്നു. പിന്നെ സിഡ്നി ജൊറാഡ് എന്താണെന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അതേഴ്സ്, ഹെൽത്തി പേഴ്സണാലിറ്റി അപ്രോച്ചിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ അവരിറക്കിയിട്ടുള്ള ഈ ഐഡിയാസ് മുഴുവൻ എന്ത് ചെയ്തു? പോസിറ്റീവ് സൈക്കോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. പോസിറ്റീവ് സൈക്കോളജി എമേർജ് ചെയ്യാനുള്ള ഒരു കാരണങ്ങളായി ഈ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് ഒക്കെ മാറി. ഇതാണ് ഇന്റേണൽ ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് എക്സ്റ്റേണൽ ഹിസ്റ്ററിയിലേക്കാണ്. അതായത് GDP കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതില്, GNHI കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതില്, വാല്യൂ ക്രൈസിസിനെ കുറിച്ചും നമ്മൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. പോസിറ്റീവ് സൈക്കോളജി അക്കോർഡിംഗ് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്തിൽ മാത്രം, അതായത് നമ്മൾ എക്കണോമിക് സ്റ്റാറ്റസിലാണ് നമ്മളുടെ വെൽബീയിങ് ഇരിക്കുന്നത് എന്നായിരുന്നു ഏർലിയർ സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് GDP അടിസ്ഥാനമാക്കിയും ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയും പബ്ലിക് ഹെൽത്തിനെ അടിസ്ഥാനമാക്കിയും എഡ്യൂക്കേഷനെ അടിസ്ഥാനമാക്കിയും ക്രൈം റേറ്റ്സിനെ അടിസ്ഥാനമാക്കിയും സിവിക് അമ്യൂണിറ്റീസിനെയും ഗവർണൻസ് ക്വാളിറ്റി ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് വെൽബീയിങ് എന്നാണ് GDP പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അക്കോർഡിംഗ് ടു GDP. എന്നാൽ GNHIയിലേക്ക് വരുമ്പോൾ എന്തായി? GNHI എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് കേട്ടോ. ഈ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭൂട്ടാനിലാണ് ഇത് ആദ്യം കോയിൻ ചെയ്തിട്ടുള്ളത്. കിങ് ജിഗ്മെ സിംഗെ വാങ്ചക് എന്ന് പറയുന്ന ആളാണ് 1972 ഈ ഒരു ആശയം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? വെൽബീയിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്കണോമിക് ഗ്രോത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 9 ഡൊമൈൻസ് ആണ് അതിൽ പറയുന്നത്. GNHIയില് സൈക്കോളജിക്കൽ വെൽബീയിങ് പറയുന്നുണ്ട്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടൈം യൂസ്, കൾച്ചർ ഡൈവേഴ്സിറ്റി, ഗുഡ് ഗവേണൻസ്, കമ്മ്യൂണിറ്റി വിറ്റാലിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് റെസിലിയൻസ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യന്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നാണ് GNHI പറയുന്നത്. അല്ലാതെ എക്കണോമിക് ഗ്രോത്തിൽ മാത്രമല്ല ഈ ഒരു എന്ത് പറയുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെൽബീയിങ് എന്ന് പറയുന്നത് അതിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് GNHI പുറത്തു വരുത്തി. ഇത് പോസിറ്റീവ് സൈക്കോളജിയെ നന്നായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഈ ഒരു ഷിഫ്റ്റ്. അതേപോലെ വാല്യൂ ക്രൈസിസ് ഉണ്ടായി. അതായത് ഈ യൂറോപ്യൻ വെസ്റ്റേൺ നേഷൻസിലൊക്കെ ഈ മോറൽ ആൻഡ് എത്തിക്കൽ ഡിക്ലൈൻ സംഭവിച്ചു. ഇൻഡിവിജ്വാലിറ്റി കൂടി. ഇൻഡിവിജ്വാലിറ്റി പറഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിസം വളരെയധികം കൂടി. അതുപോലെ മെറ്റീരിയലിസം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ഉള്ള സാധനങ്ങളിൽ മാത്രം നമ്മൾ വെൽബീയിങ് കണ്ടെത്താൻ തുടങ്ങി, അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ തുടങ്ങി. അത് ഡൊമിനേറ്റഡ് ആയി. സ്പിരിച്വൽ വാല്യൂസ്, സ്പിരിച്വാലിറ്റി എല്ലാം ഡിക്ലൈൻ ആയി. ഇതെന്തായി? ഇത് ഇവർക്ക് ഒരു ലോൺലിനെസ്, സ്ട്രെസ്ഫുൾ ആൻഡ് അൺഹാപ്പി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ സമയത്താണ് പീറ്റർസണും സെലിഗ്മാനും കൂടി ഒരു സർവേ നടത്തിയത്. വാല്യൂസ് ഇൻ ആക്ഷൻ ഇൻവെന്ററി ഓഫ് സ്ട്രെങ്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേ അവർ നടത്തി. അവരുടെ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രെങ്ത്തിനെയാണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട് സർവേ ആയിരുന്നു അത്. അപ്പോ ഇവരുടെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് ഈ ഒരു സർവേ നടത്തിയത്. അവരുടെ യുണീക്ക് ക്യാരക്ടർ അവർക്ക് മനസ്സിലാക്കാനും അവരുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു വാല്യൂസ് ഇൻ ആക്ഷൻ ഇൻവെന്ററി ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സർവേ നടത്തിയത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബുദ്ധിസം, ഹിന്ദുയിസം, ഇസ്ലാമിസം, ജൂഡിസം, ക്രിസ്ത്യാനിറ്റി, യോഗ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സർവേ നടത്തിയത്. അവർക്ക് അവരുടെ യുണീക്ക് ക്യാരക്ടർ മനസ്സിലാക്കി കൊടുക്കാനും അതേപോലെ തന്നെ അവരുടെ വെൽബീയിങ്ങിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു സർവേ നടത്തിയത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടും പോസിറ്റീവ് സൈക്കോളജി എമർജ് ചെയ്തു. ഈ പോയ വെർച്യൂസ് എല്ലാം ബ്രിങ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെർച്യൂസ് എന്ന് പറഞ്ഞാൽ മോറൽ ആയിട്ട് നമ്മളുടെ ചോയ്സസ് അല്ലെങ്കിൽ മോറൽ ക്വാളിറ്റീസ് എന്നൊക്കെ പറയാം. അതിനെ ബ്രിങ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി എമർജ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും മെന്റൽ ഹെൽത്തും സോഷ്യൽ വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യാനും ഡെവലപ്മെന്റൽ ഗോൾസ് റീതിങ്ക് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് സൈക്കോളജി എമർജ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിൽ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എഴുതാം, സെലിഗ്മെന്റ്, അത് ഇന്റേണൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂട്ട്സ് ഫ്രം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പോസിറ്റീവ് സൈക്കോളജി വന്ന കാര്യം എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലിഗ്മെന്റ് കാര്യം എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള അതായത് എക്സ്റ്റേണൽ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റും? GDP കുറിച്ച് എഴുതണം, GNHI കുറിച്ച് എഴുതണം, അതേപോലെ തന്നെ വാല്യൂ ക്രൈസിസ്. ഇത് മൂന്നും എന്തായാലും എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ടോപ്പിക്? പോസിറ്റീവ് സൈക്കോളജി ആൻഡ് അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി. അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി പോസിറ്റീവ് സൈക്കോളജിയും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ഹെൽത്ത് സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഹെൽത്ത് സൈക്കോളജി എപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ്, ഹെൽത്ത് സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഹെൽത്ത് സൈക്കോളജി എപ്പോഴും നമ്മുടെ നെഗറ്റീവ് ഹാബിറ്റ്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇമോഷൻസ്, സ്ട്രെസ്, ആങ്കർ, ആൻസൈറ്റി പോലത്തെ നെഗറ്റീവ് ഇമോഷൻസിനെയും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്ത് ചെയ്യും? ഫിസിക്കലി നമ്മളെ ഹാം ചെയ്യുന്നുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഹോർമോൺസിനെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. സ്റ്റഡീസ് മൈൻഡ് ബോഡി ഇന്ററാക്ഷൻ, ഹൗ ഇമോഷൻസ് എഫക്ട് ഇമ്മ്യൂണിറ്റി.
അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ നെഗറ്റീവ് സ്ട്രെസ്, ആൻസൈറ്റി, ഇങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോഡീനെ എഫക്ട് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ എന്ത് വേണം? പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ടുവരണം. പോസിറ്റീവ് ഇമോഷൻസിനെ നമ്മൾ എന്താ പറയാ എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? ഈ ഒരു ഈ എഫക്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഹോർമോൺസിലും വരുന്ന എഫക്റ്റുകൾ കുറയാണ്. മനസ്സിലായില്ലേ? സോ അവിടെയാണ് ഒരു ഡിപ്പെൻഡൻസി വരുന്നത്. പോസിറ്റീവ് ഇമോഷൻസിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസസ് ദ നെഗറ്റീവ് എഫക്ട്സ് ഇൻ അവർ ഫിസിക്കൽ ബോഡി. ഓക്കെ, അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ബാർബറ ഫ്രെഡറിക്സൺ ബ്രോഡൻ ആൻഡ് ബിൽ തിയറി, ഇതൊരു ഇമ്പോർട്ടന്റ് തിയറിയാണ് ബ്രോഡൻ ആൻഡ് ബിൽ തിയറി എന്ന് പറയുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് ബ്രോഡൻ ആൻഡ് ബിൽ തിയറി. അതായത് പോസിറ്റീവ് ഇമോഷൻസ് ആയ ജോയ്, ലവ്, ഇൻട്രസ്റ്റ്, കണ്ടന്റ്മെന്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തിങ്കിങ് ബ്രോഡൻ ചെയ്യും എന്നാണ് ബാർബറ ഫ്രെഡറിക്സൺ പറയുന്നത്. അതായത് നമ്മുടെ ലോങ് ടേം ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ റിസോഴ്സസിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ തോട്ടിനെ ഇത് ബ്രോഡൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതേസമയം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട്, നമ്മൾ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനോ നമുക്ക് എന്താ പറയാ പുതിയ റിസോഴ്സസ് ബിൽഡ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. അതങ്ങനെയാണ്. അപ്പോ പോസിറ്റീവ് ഇമോഷൻസ് എന്ത് ചെയ്യും? ഇതെല്ലാം ബിൽഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ വെൽബീയിങ്ങും റെസിലിയൻസും കൂട്ടാൻ നമ്മളെ സഹായിക്കും. അതേപോലെ ഒരു സ്റ്റഡി നടന്നു, ഡെനർ എറ്റോൾ ആണ് 2001 ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നൺ സ്റ്റഡി നടന്നു. 180 നൺസിനെ പഠിച്ചതില് ഓവർ ദെയർ ലൈഫ് സ്പാനില് those expressing more positive emotions in youth live 10 years longer. പോസിറ്റീവ് ഇമോഷൻസ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്ത ആൾക്കാർ 10 വർഷത്തിലധികം ജീവിച്ചു എന്നാണ് പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. ഇത് രണ്ടും ഹെൽത്തിൽ വരുന്ന ഒരു തിയറി ആൻഡ് എ സ്റ്റഡി. നെക്സ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി എങ്ങനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അതായത് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, എപ്പോഴും ഒരു എന്താ പറയാ ഒരു മനുഷ്യനെ എക്സാമിൻ ചെയ്യണം, അയാളെ ഡയഗ്നോസ് ചെയ്യണം, അയാളുടെ സിംറ്റംസ് റിമൂവ് ചെയ്യണം. ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യലെങ്കിലും റെഡ്യൂസ് ചെയ്യണം, ക്യൂർ ചെയ്യണം എന്നുള്ളതാണ് ക്ലിനിക്കൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഈ റിമൂവിങ് മാത്രം നടന്നാൽ മതിയോ? ആ പേഴ്സണ് ജോയ്, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ സ്ട്രെങ്ത്, റെസിലിയൻസ് പറയുന്ന ഇമോഷൻസ് ബിൽഡ് ചെയ്യാൻ കൂടി നമ്മൾ ചെയ്യണം, അല്ലെ? അപ്പൊ അവിടെയാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഡിപ്പെൻഡൻസി വരുന്നത്. ഷിഫ്റ്റിംഗ് ഫ്രം ട്രീറ്റിംഗ് ഇൽനെസ് ടു ബിൽഡിംഗ് സ്ട്രെങ്ത് ആൻഡ് പോസിറ്റീവ് ഹെൽത്ത്. പോസിറ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടി നമ്മുടെ ഫോക്കസ് ആണ്. അല്ലാതെ ജസ്റ്റ് ഒരു എന്താ പറയാ സിംറ്റംസ് റിമൂവ് ചെയ്യുക, അദ്ദേഹത്തെ നോർമൽ ലൈഫിൽ കൊണ്ടുവരാൻ മാത്രമല്ല, അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അയാളിൽ ഉള്ള ആ ജോയ്, ഹാപ്പിനെസ് എല്ലാം നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇനി പറയുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താ പറയുന്നത്? വാട്ട് ഹാംസ് ഡെവലപ്മെന്റ്, പോവേർട്ടി, അബ്യൂസ്, പാരന്റൽ ഇഷ്യൂസ്, അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഏർലിയർ ഫോക്കസ് ഉണ്ടായിരുന്നത്. അതായത് എന്ത് ഹാം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഫോക്കസ് മാറി. പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വന്നപ്പോൾ അതിനൊരു ഷിഫ്റ്റ് വന്നിട്ട് അത് റെസിലിയൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് റെസിലിയൻസ് എന്താണെന്ന് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് റെസിലിയൻസ്. റെസിലിയൻസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ഒരു സാധനമാണ്. അതായത് പീപ്പിൾ എമർജ് സ്ട്രോങ്ങർ ആഫ്റ്റർ ട്രോമ. എങ്ങനെ അവർ ഒരു ട്രോമയ്ക്ക് ശേഷം അവരെ സ്ട്രോങ്ങർ ആക്കാൻ പറ്റും, അതായത് ക്ലോസർ റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് മോർ മീനിങ് ലൈഫിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ ആ ഒരു വ്യക്തിയെ സ്ട്രോങ്ങർ ആക്കാൻ കഴിയും എന്നുള്ളതാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സൈക്കോളജി ഇതിൽ പറയുന്നത് ഹൗ അഡ്വേഴ്സിറ്റി ക്യാൻ ബിൽഡ് സ്ട്രെങ്ത് ആൻഡ് ഗ്രോത്ത്. അത് തന്നെയാണ് എല്ലാ ഫീൽഡിലും പറയുന്നത്. എങ്ങനെ അഡ്വേഴ്സിറ്റിനെ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തിന് ആയിട്ട് മാറ്റാം, അതല്ലെങ്കിൽ റെസിലിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും എന്നുള്ള കുറിച്ച് തന്നെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി
ഹോൾ എല്ലാ സൈക്കോളജിക് ഫീൽഡിലും കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണാലിറ്റി സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. പേഴ്സണാലിറ്റി സൈക്കോളജി പറയുന്നത് കൺസെപ്റ്റ്സ് ലൈക്ക് വെർച്യൂ, ക്യാരക്ടേഴ്സ് ഒക്കെ അൺസയന്റിഫിക് ആയിരുന്നു ആദ്യം. അതായത് ക്യാരക്ടേഴ്സ്, വെർച്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൊറൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് വെർച്യൂസ് ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് അൺസയന്റിഫിക് ആണ്, അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നായിരുന്നു ഏർലിയർ ഫീൽഡ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. അതിന്ന് മാറി പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. പോസിറ്റീവ് ട്രേറ്റ്സിനെ കുറിച്ച് സംസാരിക്കണം, സ്ട്രെങ്ത്തിനെ കുറിച്ച് ഫോക്കസ് ചെയ്യണം, വിസ്ഡം, ഹോപ്പ്, ഒപ്റ്റിമിസം, സെൽഫ് എസ്റ്റീം, മീനിങ് ആൻഡ് പർപ്പസ്, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്തു, റീക്ലെയിം ചെയ്തു. ഓക്കെ, പിന്നെ സോഷ്യൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി എന്താ പറഞ്ഞത്? സോഷ്യൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി, വി ആർ സോഷ്യൽ ബീയിങ്സ്. അതായത് പോസിറ്റീവ് സൈക്കോളജി എപ്പോഴും സോഷ്യൽ സൈക്കോളജിനെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്ന സമയത്ത് നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളെ സോഷ്യലി നമ്മൾ എത്ര അക്സെപ്റ്റ് ചെയ്യുന്നു, സോഷ്യലി നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു, അതായത് എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്സും എങ്ങനെ പോകുന്നു, ബിലോങ്ങിങ്സ് എങ്ങനെ പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സ്വന്തമായി നമ്മുടെ ഹാപ്പിനെസ്സിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ സോഷ്യൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ സോഷ്യൽ സപ്പോർട്ട് എല്ലാം. ഓക്കെ, ഇപ്പൊ ഈ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് കൾട്ടിവേറ്റ് പോസിറ്റീവ് ഇമോഷൻസ്. ഓക്കെ, നെക്സ്റ്റ് സൈക്കോളജി ഓഫ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. ഇതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് സൈക്കോളജി ഓഫ് റിലീജിയനും സ്പിരിച്വാലിറ്റിയും കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. റിലീജിയൻസിൽ എന്താ പറയുന്നത്? ഫെയ്ത്ത്, എത്തിക്കൽ ലിവിങ്, സ്പിരിച്വാലിറ്റി, ഇതെല്ലാം. അതായത് നമുക്കറിയാം, നമ്മളൊരു റിലീജിയനിൽ ഇരിക്കുന്ന സമയത്ത് അത് പഠിപ്പിക്കുന്ന ഒരുപാട് മൊറാലിറ്റികൾ ഉണ്ട്. നമുക്ക് ഒരു കമ്പാഷൻ, ഫോർഗീവ്നെസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്തിക്കലി നമ്മൾ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളെ റിലീജിയൻ. അതേമാതിരി നമ്മളെ വിശ്വാസം, സ്പിരിച്വാലിറ്റി എല്ലാം പോസിറ്റീവ് ഇമോഷൻസിനെ ഉണ്ടാക്കാനും മെന്റലി ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു എന്ന് പ്രൂവൺ ആണ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയുടെ റോൾ എന്താ പറയുന്നത്? സൈക്കോളജി ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ പ്രയർ ആൻഡ് റിച്വൽസ് ഇംപ്രൂവ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, വെർച്യൂസ് ഇൻക്രീസ് വെൽബീയിങ് ആൻഡ് സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി. ഇതാണ് എന്താന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് സൈക്കോളജി ഓഫ് റിലീജിയനിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഒന്ന് ഓടിച്ച് നമുക്ക് ഇതിൽ വരെ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അത്യാവശ്യം കുറെ ഇത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒറിജിൻ ആയിരുന്നു. മാർട്ടിൻ സെലിഗ്മൻ ആണ് ഈ ഒരു ടീം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതിൽ ഒരുപാട് റിസർച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് വന്നു. അങ്ങനെ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായി. പിന്നെ ഹെഡോണിക് ഫോക്കസും യൂഡമോണിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ, ഹെഡോണിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. യൂഡമോണിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, ഫുൾഫിൽമെന്റ്, സാറ്റിസ്ഫാക്ഷൻ എല്ലാത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നെക്സ്റ്റ് 2 waves ഓഫ് പോസിറ്റീവ് സൈക്കോളജി നമ്മൾ പറഞ്ഞു. അക്കോർഡിംഗ് ടു സെലിഗ്മൻ എന്താ നമ്മൾ പറഞ്ഞ ഒരു ഹെഡോണിക് ഫോക്കസ് ആണ്. അക്കോർഡിംഗ് ടു ബോം അതൊരു യൂഡമോണിക് ഫോക്കസ് ആണ്. വെൽബീങ്ങിനെ കുറിച്ച് സംസാരിച്ചു, 3 വെൽബീങ്ങിനെ കുറിച്ച് സംസാരിച്ചു. സബ്ജക്റ്റീവ്, സൈക്കോളജിക്കൽ, പെർമ മോഡലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ഇന്റേണൽ, എക്സ്റ്റേണൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് സംസാരിച്ചു. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിന്ന് വന്ന റൂട്ട്സിനെ കുറിച്ച് സംസാരിച്ചു. GDP, GNHI ആൻഡ് വാല്യൂ ക്രൈസിസിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ് സൈക്കോളജി ആൻഡ് അതർ ഏരിയാസ്, ഹെൽത്ത് സൈക്കോളജി, clinical psychology, developmental psychology, personality psychology and social psychology and psychology of religion and spirituality. ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതാണ് ഇതിന്റെ ഈ ഒരു മൊഡ്യൂളിന്റെ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് ഓൺ പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് സൈക്കോളജി പഠിച്ചു, സൈക്കോളജിയുടെ ഒറിജിൻ നമ്മൾ പഠിച്ചു, മീൻസ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒറിജിൻ നമ്മൾ പഠിച്ചു, പോസിറ്റീവ് സൈക്കോളജിയുടെ
ഒരു വെൽബീയിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതർ ഏരിയാസിന് അതെങ്ങനെ കണക്ട് ചെയ്യുന്നു നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഈസ്റ്റേണും വെസ്റ്റേണും പെർസ്പെക്ടീവ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. ഈ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്, മെയിൻലി അല്ല മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സൈക്കോളജിനെ കുറിച്ചാണ്. അതൊരു വളരെ ഡീപ്പ് ആൻഡ് ഭയങ്കര ഒരു കുറച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇന്ത്യൻ സൈക്കോളജി. അപ്പൊ ഇന്ത്യൻ സൈക്കോളജിനെ കുറിച്ചാണ് നമ്മൾ അധികം സംസാരിക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇന്ത്യൻ സൈക്കോളജി പഠിക്കുന്നത്? നമുക്ക് വെസ്റ്റേൺ തന്നെ പഠിച്ചാൽ പോരെ? അങ്ങനെയല്ല. ഇന്ത്യൻ സൈക്കോളജി പറയുമ്പോൾ വെസ്റ്റേൺ സൈക്കോളജി കൾച്ചറിനെ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ജനറലൈസിങ് ഹോൾ ഓവർ ദ വേൾഡ്. ഈ വേൾഡിൽ എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും എന്നാണ് വെസ്റ്റേൺ സൈക്കോളജി പറയുന്നത്. പക്ഷെ ഇന്ത്യൻ സൈക്കോളജി ഇന്ത്യൻ കൾച്ചറിലും നമ്മുടെ കൾച്ചർ, നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ സ്പിരിച്വാലിറ്റി എല്ലാത്തിനും അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജി പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ അതാണ് നമ്മൾ ഇന്ത്യൻ സൈക്കോളജിയിൽ വരുന്നത്. വേദാസ്, ഉപനിഷത്സ്, ബുദ്ധിസം, യോഗ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ നമ്മൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇത് വെൽബീയിങ്ങിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് പഠിക്കുന്നത്. ഓക്കെ, രണ്ടും പറയുന്നത് ബോത്ത് വാല്യൂ ഹ്യൂമൻ സ്ട്രെങ്തിനെ കുറിച്ച് തന്നെയാണ്, പക്ഷെ അവരുടെ അപ്രോച്ചസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ ഇത് രണ്ടിനെയും, ഇതൊരു ചെറിയ മൊഡ്യൂളാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ആകെ 3 മെയിൻ ടോപ്പിക്സേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മൊഡ്യൂളാണിത്. കാരണം ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ന്യൂ ഫീൽഡ് നമ്മൾ പഠിക്കുകയല്ലേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ഇത് സൈക്കോളജിയുടെ ബേസിസിലാണ് പറയുന്നത്. എന്താണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്? വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സൈക്കോളജി is based on scientific, experimental and empirical methods. It seeks to understand behavior using objective measurement, observation and testing. അതായത് കുറച്ചും കൂടി എംപിരിക്കൽ ആണ്, എക്സ്പെരിമെന്റൽ ആണ്, കുറച്ചും കൂടി എന്താ പറയാ പ്രൂവൺ ആണ്. അതെല്ലാം പ്രൂവൺ ആണ്, കുറച്ചും കൂടി എക്സ്പെരിമെന്റൽ ആണ്. അതേപോലെ നമുക്ക് മെഷർമെന്റിലൂടെയും ഒബ്സർവേഷനിലൂടെയും അതേപോലെ ടെസ്റ്റിങ്ങിലൂടെയും നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇത് ഹ്യൂമൻ എക്സ്പീരിയൻസ് നോക്കിക്കാണുന്നത് കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ്, മെമ്മറി, അതെല്ലാം ഇമോഷൻ, ബിഹേവിയർ, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് നോക്കിക്കാണുന്നത് വെസ്റ്റേൺ സൈക്കോളജി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ലേണിംഗില് റീഎൻഫോഴ്സ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ചസ് അവർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഇന്നർ സോളോ, ഇന്നർ പീസോ, അൺകോൺഷ്യസ്നെസ്സിൽ നടക്കുന്നതോ അതൊന്നും അവർ പറയുന്നില്ല. ബട്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വരുമ്പോൾ അത് സംസാരിക്കും. അവരധികം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്നർ സോൾ, ഇന്നർ പീസ് ആൻഡ് ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ ഈ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, വെസ്റ്റേൺ അപ്രോച്ചസ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, പേഴ്സണൽ സക്സസ്, അഡ്ജസ്റ്റ്മെന്റ്, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വെസ്റ്റേൺ അപ്രോച്ചസ് പറയുന്നത്. Okay, Western thought traditionally emphasizes material progress, external conditions and observable functioning on the basis of well-being. ഇനി അതന്നെ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോഴോ, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എങ്ങനെ റൂട്ട് ചെയ്തിരിക്കുന്നു വെച്ചാൽ നമ്മളെ വേദാസ്, നമ്മളെ ഭഗവത്ഗീത ഒക്കെ ഉണ്ടല്ലോ, ഭഗവത്ഗീത, വേദാസ്, ഉപനിഷത്സ്, യോഗ, ബുദ്ധിസം, ജൈനിസം, ഇതെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വ്യൂസ് ഹ്യൂമൻ നേച്ചർ ആസ് മെയ്ഡ് അപ്പ് ഓഫ് ബോഡി, ശരീര. ഇനി നമ്മൾ കുറേ വേർഡ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ശരീര, മനസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാൻസ്ക്രിത് വേർഡ്സുകൾ ഒരുപാട് പഠിക്കാൻ പോകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് സാൻസ്ക്രിറ്റും മലയാളം ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശരീരം നമുക്കറിയാം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ നമുക്കറിയാം. ബോഡി, മൈൻഡ്, ഇന്റലക്ട്, കോൺഷ്യസ്നെസ് ഓർ സെൽഫ്, ആത്മൻ. ഈ ഒരു ഹോൾ ഇന്ത്യൻ സൈക്കോളജിയെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. സെൽഫാണ് മെയിൻ ആയിട്ട് ഇവർ, ആത്മൻ എന്ന് പറയുന്ന കാര്യമാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇത് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? ഇന്നർ ബാലൻസ്, സെൽഫ് ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വെസ്റ്റേൺ അങ്ങനെയല്ല. വെസ്റ്റേൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കാര്യങ്ങൾ,
നമ്മൾ ഒബ്സർവർ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന നേരം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്നർ ബാലൻസ്, സോള്, സെൽഫ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇനി ഇന്ത്യൻ തോട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ധർമ്മ എന്ന് പറഞ്ഞാൽ റൈറ്റസ് ലിവിങ്. റൈറ്റസ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾ ജീവിക്കണം, അതിൽ എങ്ങനെയൊക്കെ നടക്കണം, എങ്ങനെയൊക്കെ നടക്കരുത്. ഓക്കെ, അതായത് വേർച്യൂസ് എന്തൊക്കെയാണ്, അല്ലാതെ ബാഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ധർമ്മ. കർമ്മ നമ്മുടെ ആക്ഷൻ. ഗുണാസ് സത്വ, രജസ്, തമസ്. സത്വ, രജസ്, തമസ് അതാണ് നമ്മുടെ ഗുണാസ്. നമ്മുടെ മനുഷ്യ ശരീരത്തില് 3 ഗുണാസ് ഉണ്ടെന്നാണ് ഇന്ത്യൻ സൈക്കോളജി പറയുന്നത്. അതിൽ സത്വ, രജസ്, തമസ്. അതിലെന്താണ് സത്വ? സത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാം ആയിട്ടുള്ള ഒരാള്, നമ്മുടെ കാം ആയിട്ടുള്ള ഒരു ഗുണമാണ്. നമ്മുടെ ഗോൾസിനെ ഓറിയന്റഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഭയങ്കര കാം ആയിരിക്കും, നമ്മള് സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. ഇതാണ് സത്വ. രജസ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. അതാണ് ഭയങ്കര കോമ്പറ്റേറ്റീവ്, എങ്ങനെയായാലും ആ ഗോൾ അച്ചീവ് ചെയ്യുക, അത് എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും എന്നുള്ള രീതിക്കാണ് രജസ് വരുന്നത്. തമസ് ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ലതർജിക് ആയിട്ട്, അതായത് ഭയങ്കര ഇൻആക്റ്റീവ് ആയിട്ട്, ലേസി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആണ് തമസ്. ഇതാണ് 3 ഗുണാസ് ഇന്ത്യൻ തോട്ടിൽ പറയുന്നത്. പിന്നെ സെൽഫ് റിയലൈസേഷൻ, അതാണ് ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ തോട്ട് എസെൻഷ്യൽ ഫോർ വെൽബീയിങ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹാപ്പിനെസ് ഇസ് സീൻ ആസ് ഇന്നർ ഹാർമണി, ഫ്രീഡം ഫ്രം സഫറിംഗ്, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, നോട്ട് മിയർലി പ്ലഷർ ഓർ അച്ചീവ്മെന്റ്. ഇന്നർ ഹാർമണി, നമ്മുടെ ഇന്നർ ഒരു ബാലൻസ് ഉണ്ടാവുക, പീസ് ഉണ്ടാവുക, അതാണ് ഹാപ്പിനെസ്സിനെ അവര് എന്ത് ചെയ്യുന്നത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫ്രീഡം ഫ്രം സഫറിങ്സിന് ഫ്രീഡം വരിക, മൈൻഡിൽ ഒരു ക്ലാരിറ്റി വരിക. അതൊരു ജസ്റ്റ് ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് അല്ല, ഇവർക്ക് ഇന്നർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ത്യൻ സൈക്കോളജി സംസാരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജി തമ്മിലൊരു ഡിഫറൻസസ് പറയുന്നത്. വെസ്റ്റേൺ സൈക്കോളജി നമ്മളുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈക്കോളജി എന്താ, ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ത്യൻ സൈക്കോളജി സംസാരിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും വെസ്റ്റേൺ സൈക്കോളജി ആൻഡ് ഈസ്റ്റേൺ സൈക്കോളജി. വെസ്റ്റേൺ സൈക്കോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ഒബ്സർവബിൾ ബിഹേവിയർ ആൻഡ് കോഗ്നിഷൻ. ഇവിടെ ഹോളിസ്റ്റിക് സ്പിരിച്വൽ ഫിലോസഫിക്കൽ അപ്രോച്ചാണ് ഈസ്റ്റേൺ പെർസ്പെക്ടീവ് കൊണ്ടുവരുന്നത്. ഇനി ഹാപ്പിനെസ് വെസ്റ്റേൺ പെർസ്പെക്ടീവ് ഓപ്പറേറ്റ്സ് അറ്റ് സൈക്കോളജിക്കൽ ലെവൽ. സൈക്കോളജിക്കൽ ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതും സൈക്കോളജിക്കലും ഉണ്ട്, പക്ഷെ സ്പിരിച്വലും കൂടി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംടൈംസ് സ്പിരിച്വലിലാണ് ഒന്നും കൂടി ഫോക്കസ് ചെയ്യുന്നത് ദാൻ സൈക്കോളജിക്കൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് വെസ്റ്റേൺ പെർസ്പെക്ടീവ്, പക്ഷെ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല. ഇതൊരു കൾച്ചറിനെയും എങ്ങനെ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈസ്റ്റേൺ പെർസ്പെക്ടീവ് പറയുന്നത്. ഒരു കൾച്ചറിൽ എങ്ങനെ നമുക്ക് നിൽക്കാം, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ, അതൊക്കെയാണ് കൂടുതൽ ഈസ്റ്റേൺ പെർസ്പെക്ടീവ് പറയുന്നത്. സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് ഒബ്സർവേഷൻ, മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് ഈസ്റ്റേൺ പെർസ്പെക്ടീവ് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ്റ്റേൺ പെർസ്പെക്ടീവ്സ് എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയും ഈസ്റ്റേൺ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്ടീവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ സ്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ വെൽബീയിങ്, മൾട്ടി ലെയേർഡ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് ആണെന്നാണ് പറയുന്നത്. 5 കോശങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. പഞ്ചകോശ മോഡൽ, 5 കോശങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും താഴേക്കടിയിൽ കിടക്കുന്നതാണ് അന്നമയ കോശ, അതിന് തൊട്ടു മുകളിൽ കിടക്കുന്നത് പ്രാണമയ കോശ, അതിന്റെ തൊട്ടു മുകളിൽ കിടക്കുന്നത് മനോമയ കോശ, ദെൻ വിജ്ഞാനമയ കോശ, ലാസ്റ്റ് ആനന്ദമയ കോശം.
ഓക്കെ. അന്നമയ കോശ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, അന്നം അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി, ഫുഡാണ് നമ്മളെ ഫിസിക്കൽ ബോഡിനെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. നമ്മളെ ഫിസിക്കൽ ബോഡിയാണ് അന്നമയ കോശ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കോശേനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ചേഞ്ചസ് വരിക, ഡയറ്റ് എടുക്കുക, ഹെൽത്തി ആയിരിക്കുക, അതാണ് അന്നമയ കോശം സംസാരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രാണമയ കോശനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിറ്റൽ എനർജി, ബ്രെത്ത് ആൻഡ് ഇമോഷൻസ്. ഇതിൽ പറയുന്നത് എന്താ? നമ്മുടെ എനർജി, നമ്മുടെ ബോഡിയെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന എനർജി, അതിനെ കുറിച്ചാണ് പ്രാണമയ കോശ. അതിനെ കുറിച്ചല്ല, അതാണ് പ്രാണമയ കോശ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രാണായാമ എന്നുള്ളതൊക്കെ നിങ്ങൾ കേൾക്കാനുള്ള സാധ്യത, നമ്മൾ ബ്രീത്തിങ് എക്സസൈസസ്, അതൊക്കെ നമ്മൾ പ്രാണമയ കോശനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ബ്രീത്തിങ് എക്സസൈസിലൂടെ അല്ലെങ്കിൽ സർക്കുലേഷനിലൂടെ നമ്മൾ നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യിപ്പിക്കും എന്നാണ് പ്രാണമയ കോശയിലുള്ളത്. ഓക്കെ. അന്നമയ കോശ ഫിസിക്കൽ ബോഡിയായി, പ്രാണമയ കോശ നമ്മൾ ഫിസിക്കൽ ബോഡിയെ പിടിച്ചു നിർത്തുന്ന എനർജിയായി ത്രൂ ബ്രീത്തിങ്, ഇമോഷൻസ്, സർക്കുലേഷൻസ് ഒക്കെ വഴി. പിന്നെ മൂന്നാമത്തെ മനോമയ കോശ, നമ്മളെ മൈൻഡ്, തോട്ട്. ഇതാണ് മനോമയ കോശ. നമ്മളെ മൈൻഡ്, തോട്ട്സ്, അതിനെ കുറിച്ചാണ് മനോമയ കോശ പറയുന്നത്. ഇത് എന്താ പറയാ, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം വരുന്നത് ഈ മൈൻഡ് ആൻഡ് തോട്ട്, അതായത് മനോമയ കോശയിലാണ് വരുന്നത്. ഇനി അടുത്തത് അതിന് തൊട്ടുമുള്ള വിജ്ഞാനമയ കോശ, ഹയർ ഇന്റലക്റ്റ് ആണ്. അതായത് നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആയിരിക്കുക, നല്ല നോളേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വിജ്ഞാനമയ കോശ എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ആനന്ദമയ കോശ. ആനന്ദമയ കോശ ബ്ലസ്, ട്രാൻസെൻഡൻസ്, സ്പിരിച്വൽ ഹാപ്പിനെസ്. അതെന്താ? ഒരു കംപ്ലീറ്റ് ട്രാൻസെൻഡൻസ് ആണ്. അതായത് ഫുൾ ഓഫ് പീസ് ആൻഡ് ജോയ്. അതായത് ഹയസ്റ്റ് നോളേജ്, എല്ലാ ജോയും പീസും സഫറിങ്സും എല്ലാം ഒഴിവായി നമ്മൾ നിൽക്കുന്നതാണ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, ചിലവർക്ക് സന്യാസിമാർക്ക് നമ്മൾ മോക്ഷം കിട്ടി എന്നൊക്കെ സംസാരിക്കുന്നതല്ലേ, അതാണ് ഈ ഒരു ആനന്ദമയ കോശയിൽ വരുന്നത്. ഈ ആനന്ദമയ കോശയില് ഈ ബ്ലിസ്സിനെ അച്ചീവ് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അന്നമയ കോശ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ ബോഡി വരും, പ്രാണമയ കോശ നമ്മുടെ എനർജി, മനോമയ നമ്മുടെ മൈൻഡ്, വിജ്ഞാനമയ ഹയസ്റ്റ് നോളേജ്, ആൻഡ് ലാസ്റ്റ് ആനന്ദമയ ട്രാൻസെൻഡൻസ് അല്ലെങ്കിൽ ബ്ലിസ്, പ്യുവർ ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഇതാണ് ആനന്ദമയ കോശ പറയുന്നത്. ഇതാണ് 5 ലെയേർഡ് കോശാസ്, പഞ്ചകോശയാണ് ഇത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ സൈക്കോളജിയിൽ പറയുന്നതിൽ. ഇപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും അടിയത്തെ ആണ് അന്നമയ കോശ, ലാസ്റ്റത്തെയാണ് ആനന്ദമയ കോശ. ആനന്ദമയ കോശ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇതിൽ പറയാൻ പറ്റും, റിലേറ്റിംഗ് ടു സെൽഫ് ആക്ച്വലൈസേഷൻ ഓഫ് മാസ്ലോ. മാസ്ലോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആയ മാസ്ലോന്റെ ഒരു സെൽഫ് ആക്ച്വലൈസേഷന് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതും ഇങ്ങനെ ഒരു ട്രാൻസെൻഡൻസിലേക്ക് പോകുന്നില്ലെങ്കിലും ഒരു ഹയസ്റ്റ് നോളേജ്, സെൽഫ് റിയലൈസേഷനിലേക്കാണ് പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും ആനന്ദമയ കോശം. ഇനി ബി, മിഡിൽ പാത്ത്. ആയുർവേദയും ബുദ്ധിസം ഒക്കെ എന്താ സംസാരിക്കുന്നതെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ആയുർവേദ ആൻഡ് ഫോക്ക് വിസ്ഡം അവോയ്ഡ് എക്സ്ട്രീംസ്, അതാണ് പറയുന്നത്. അതായത് എക്സ്ട്രീം ആയിട്ട് ഒരു സാധനത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഓവർഡു ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യുക, ഒട്ടും തന്നെ ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് ആ സാധനം ചെയ്യാതിരിക്കുന്നതും അവോയ്ഡ് ചെയ്യുക. 2 എക്സ്ട്രീംസും അവോയ്ഡ് ചെയ്യുക എന്നാണ് ആയുർവേദ പറയുന്നത്. ഇനി ബുദ്ധിസം പറയുന്നതോ ഇംപെർമനൻസ്, ഈഗോലെസ്നെസ്, നിർവ്വാണം. അതായത് ഈ നമുക്ക് പ്രത്യേകിച്ച് ഒരു സെൽഫ് ഇല്ല എന്നാണ് ആര് പറയുന്നത്? ബുദ്ധിസം സംസാരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അനാത്മ, അതായത് ആത്മ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, ഒരു സെൽഫ് എന്ന് പറയുന്ന സാധനം നമുക്കില്ല എന്നാണ് പറയുന്നത്. നിർവ്വാണയോ ഫ്രീഡം ഫ്രം സഫറിങ്. അതായത് അക്കോർഡിംഗ് ടു ബുദ്ധിസത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡിസയേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീഡത്തിൽ നിന്നും ഫ്രീ ആയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് ഡിസയേഴ്സ് ഇല്ല എങ്കിൽ നമ്മൾ ഫ്രീ ആയി ഫ്രം അവർ സഫറിങ്സ്. അപ്പൊ അതാണ് അപ്പൊ നമ്മൾ വെൽബീയിങ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയാണ്, അവിടെ വെൽബീയിങ് അല്ലെ. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഫ്രീഡം ഫ്രം സഫറിങ്സ് എന്നൊരു ഫ്രീഡം വന്ന് നമ്മളവിടെ എന്താ പറയാ വെൽബീയിങ് അവിടെ ഉണ്ടായി. ആയുർവേദ പറയുന്നത് നമ്മുടെ എക്സ്ട്രീംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെൽബീയിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇനി
സ്റ്റഡി വിസ്ഡം. സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത് ആരാ പറയുന്നത്? നമ്മളുടെ ഭഗവത്ഗീതയിൽ പറയുന്നതാണ് സ്ഥിതപ്രജ്ഞ, സ്റ്റഡി വിസ്ഡം. The ideal person stays calm no matter what happens, happy or sad, success or failure, controls their senses, realizing your true self and brings endless happiness. അതെന്താ പറയുന്നത്? അതായത് ഒരു ഐഡിയൽ പേഴ്സൺ എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞ. എന്നാലും സ്ഥിതപ്രജ്ഞ അതിൽ നമുക്ക് ആ വേർഡ്സിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞ. അപ്പൊ സ്ഥിതപ്രജ്ഞയില് ഐഡിയൽ പേഴ്സൺ സ്റ്റേജ് എന്ത് തന്നെ ഫെയിലിയർ വന്നാലും, സഫറിങ്സ് വന്നാലും, സാഡ്നെസ് വന്നാലും, ഹാപ്പി ആയാലും കാം ആയിരിക്കും. ഹാപ്പി ആയാലും ഓവർ ആവരുത്, ഓവർ ആവില്ല, സാഡ് ആയാലും ഓവർ ആവില്ല, അങ്ങനെ കാം ആയിട്ടിരിക്കും. ഓക്കെ. പിന്നെ അവരുടെ സെൻസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ട്രൂ സെൽഫ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവർക്കാണ് എൻലെസ് ഹാപ്പിനെസ് ഉണ്ടാവുക എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്ന സ്ഥിതപ്രജ്ഞ, സ്റ്റഡി വിസ്ഡം സംസാരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇൻക്ലൂസീവ് വിഷൻ. ഇത് വേദാന്തയിൽ പറയുന്നത് കേട്ടോ. വേദാന്തയിലാണ് സംസാരിക്കുന്നത്. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഇസ് കണക്റ്റഡ്, എവറിത്തിങ് ഇസ് ബ്രഹ്മൻ. അത് ബ്രഹ്മനാണ് ആ വേൾഡിനെ കുറിച്ചാണ്. വേൾഡ് ആണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മനിലുള്ള എല്ലാതും കണക്റ്റഡ് ആണ്. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഇസ് കണക്റ്റഡ്. Realizing I am part of this unit leads to non-duality, seeing all as one. അതായത് ഞാൻ ഈ വേൾഡിന്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഈ യുണൈറ്റി നമ്മൾ പറഞ്ഞ ഈ വേൾഡിലത്തെ എല്ലാം യുണൈറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു യുണൈറ്റിയുടെ ഒരു പാർട്ടാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് നോൺ ഡ്യുവാലിറ്റി അല്ലേ വരുള്ളൂ. അതായത് ഞാൻ ഇതിന്റെ ഒരു യൂണിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ, എല്ലാരും ഒന്നായിട്ടേ കാണാൻ കഴിയുള്ളൂ, എല്ലാരും ഒന്നായിട്ട് നമ്മൾ കാണണം. എവ്രിവൺ ഈക്വലി, എല്ലാരും ഈക്വലി കാണാൻ കഴിയുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വെൽബീയിങ് ഉണ്ടാവുന്നതെന്ന് വേദാന്ത പറയുന്നത്. ട്രീറ്റ് ദ ഹോൾ വേൾഡ് ആസ് വൺ ബിഗ് ഫാമിലി. ഒരു ബിഗ് ഫാമിലി ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൾ വേൾഡിന് ഒരു ബിഗ് ഫാമിലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വേറെ ഒരാൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ ആയിട്ട് കാണാനോ നമുക്ക് സാധിക്കില്ല. നമ്മൾ നമ്മളുടെ ആളായിട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ കാണുള്ളൂ. അതിനാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. വസുദൈവ കുടുംബകം. ഓക്കെ. ഇൻക്ലൂസീവ് വിഷൻ പറയുന്നത്. ഇനി ധർമ്മ ആൻഡ് ഹ്യൂമൻ ഫ്ലറിഷിംഗ്. ധർമ്മ, വെർച്യൂസ്, ഡ്യൂട്ടീസ്, സസ്റ്റൈനിങ് ലൈഫ് ആൻഡ് സോഷ്യൽ ഓർഡർ. അതായത് നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ മോറൽ ഡ്യൂട്ടീസ്, എത്തിക്സ്, ഇതെല്ലാമാണ് ധർമ്മ പറയുന്നത്. ഓക്കെ. സത്യം, ധർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യം എന്നുള്ള ഒരു വാക്കാണ്. നമ്മുടെ എത്തിക്സ്, നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ ക്യാരക്ടേഴ്സ് എല്ലാമാണ്, പോസിറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാമാണ് ധർമ്മ എന്ന് പറയുന്നത്. ലൈഫ് ഗോൾസിനെ പറയുന്നതാണ് പുരുഷാർത്ഥാസ്. പുരുഷാർത്ഥാസ് ആണ് ലൈഫ് ഗോൾസ്. ധർമ്മ, ആർത്ത, കാമ, മോക്ഷ, ഇതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ അന്നമയ മനോമയ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ്. ധർമ്മയാണ് ഏറ്റവും അടിയിലത്തെ ഒരു ലെയർ വരുന്നത്. എത്തിക്കൽ ഡ്യൂട്ടി, നമ്മളെ എന്താ പറയാ, എത്തിക്സോട് കൂടി നമ്മൾ പോസിറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എത്തിക്കൽ ഡ്യൂട്ടി. തൊട്ടു മുകളിലാണെങ്കിൽ എന്താ, പ്രോസ്പെറിറ്റി. മൂന്നാമത്തത് കാമ, പ്ലഷർ. നാലാമത്തത് ലിബറേഷൻ, മോക്ഷം. ഈ ധർമ്മിയും ആർത്തിയും കാമയും ഒക്കെ എന്താ പറയാ നമ്മൾ പെർഫോം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, മോക്ഷയിലേക്ക് എത്തുക. ദ ഹോൾ ഇന്ത്യൻ സൈക്കോളജി പറയുന്നത് മോക്ഷയിൽ എത്തുക അല്ലെങ്കിൽ ആനന്ദമയ കോശ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ള രീതിക്കാണ് ഹോൾ ഇന്ത്യൻ സൈക്കോളജി പറയുന്നത്. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാത്തിലും, ബുദ്ധിസത്തിലായാലും ഹിന്ദുയിസത്തിലായാലും ഒക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇതാണ് ഒരു ഹ്യൂമൻ ഐഡിയൽ ലൈഫ്. ഈ 4 ഗോളും അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരാളുടെ ഹ്യൂമൻ ലൈഫ് ഐഡിയൽ ആവുക എന്ന് പറയുന്നത്. വെൽബീയിങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു വെൽബീയിങ്ങിൽ ഈ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ. അപ്പൊ അന്നമയകോശത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അന്നമയകോശം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയർ നമ്മുടെ ഫിസിക്കൽ ബോഡി, പ്രാണമയ കോശം നമ്മുടെ എനർജി, മനോമയ കോശം നമ്മുടെ മൈൻഡ്, വിജ്ഞാനമയ കോശം നമ്മുടെ ഇന്റലക്ച്വൽ, ഹയർ ഇന്റലക്ച്വൽ ടോപ്പ്. Then last one, ആനന്ദമയ കോശം, which is bliss, transcendence. മോക്ഷം കിട്ടുക, അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാണ് ഈ ഒരു ആനന്ദമയ കോശയിൽ പറയുന്നത്. പ്യോർ ഹാപ്പിനെസ് ആൻഡ് ജോയ് എന്നാണ് ഇതിന് മെയിൻ. ഓക്കെ.
പിന്നെ ആയുർവേദം പറഞ്ഞു എക്സ്ട്രീംസ് ഒഴിവാക്കുക. ബുദ്ധിസം പറഞ്ഞു നമ്മുടെ എന്താ പറയാ ആത്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനമേ ഇല്ല. അനാത്മനെ കുറിച്ച് സംസാരിച്ചു. നിർവാണ എന്ന് പറഞ്ഞ ഫ്രീഡം ഫ്രം സഫറിങ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള സ്ഥിത പ്രജ്ഞനെ കുറിച്ച് സംസാരിച്ചു. ഹാപ്പി, സാഡ്, ഫെയിലിയർ ആണെങ്കിലും നമ്മൾ കാമായിരിക്കുക. പിന്നെ നമ്മൾ ഇൻക്ലൂസീവ് വിഷൻ നമ്മുടെ വേദാന്തയിൽ പറഞ്ഞു. വേൾഡ് മുഴുവൻ യുണൈറ്റഡ് ആണ്, നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. അതിന് പറയുന്ന പേരാണ് വസുദൈവ കുടുംബകം. പിന്നെ നമ്മൾ ധർമ്മ ആൻഡ് ഹ്യൂമൻ ഫ്ലറിഷിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ധർമ്മ, വെർച്യൂസ് ആൻഡ് ഡ്യൂട്ടീസ്, സസ്റ്റൈനിങ് ലൈഫ് ആൻഡ് സോഷ്യൽ ഓർഡേഴ്സ്. പിന്നെ നമ്മൾ പുരുഷാർത്ഥ 4 ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് പറഞ്ഞു. അത് അച്ചീവ് ചെയ്താലാണ് നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫ് കിട്ടുക, വെൽബീയിങ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ബട്ട് സ്റ്റിൽ വി ഷുഡ് സ്റ്റഡി. നെക്സ്റ്റ്, ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ നമ്മൾ വെൽബീയിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ശരി, ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആൻഡ് പോസിറ്റീവ് സൈക്കോളജി, ഇതാണ് നമ്മൾ വെൽബീയിങ് തൊട്ട് മുന്നേ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്. പക്ഷെ ഇതില് കുറെ നമ്മുടെ ഈ സാൻസ്ക്രിറ്റ് വേർഡ്സുകൾ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അത് പഠിച്ചാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡ് ഇതിലേക്ക് ഇട്ടത്. ഓക്കെ, Indian psychological perspective and positive psychology. Indian texts contain rich concepts of well-being. അതായത് ഇന്ത്യൻ സ്കോളർലി ആൻഡ് ഫോക്ക് ട്രഡീഷൻ ഡിസ്കസ് സ്വസ്യ, സുഖ, ദുഃഖ, ആനന്ദ, ആരോഗ്യ, പ്രസന്നത, ഹെൽത്ത്, ഹാപ്പിനെസ്, സോറോ, ബ്ലിസ്, വെൽനെസ്, ഇതിനെ കുറിച്ചൊക്കെ ഇന്ത്യൻ സ്കോളേഴ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലത്തെ തന്നെ ഇതെങ്ങനെ ഡിഫറെന്റ് ആവുന്നത് എന്ന് വെച്ചാല് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജസ്റ്റ് ഒരു ഓർഡിനറി അവയർനെസ് അല്ല, അതിനു മേലെ ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പഠിക്കുന്നത്. അതായത് ഇപ്പൊ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താ, ജസ്റ്റ് അവിടെ കാണിക്കുന്ന ആ ഒരു ഒബ്സർവബിൾ ബിഹേവിയറിന് മാത്രമാണ്. പക്ഷെ ഇന്ത്യൻ സൈക്കോളജി ഹയസ്റ്റ് കോൺഷ്യസ്നെസ്സിനെയാണ് പഠിക്കുന്നത്. പുറത്ത് കാണിക്കാത്തത് തന്നെ ഹൈ ഒബ്സർവബിൾ അല്ല, പുറത്ത് കാണിക്കാത്ത ഇൻ ദ സെൻസ് ഒബ്സർവബിൾ അല്ലാത്ത ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ഇന്ത്യൻ സൈക്കോളജി പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ഓൺ, ഇത് രണ്ടും പോസിറ്റീവ് സൈക്കോളജിയും സ്ട്രെങ്തിനെ കുറിച്ചും വെൽബീയിങ്ങിനെ കുറിച്ചും ഹാപ്പിനെസ് ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. യൂഡമോണിയനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ കണക്റ്റഡ് ആവുന്നത് എന്ന് വെച്ചാൽ ബോത്ത് എയിം അറ്റ് ഹ്യൂമൻ സ്ട്രെങ്ത്സ് ആൻഡ് വെൽബീയിങ് ബട്ട് ഡിഫർ ഇൻ വ്യൂ ഓഫ് ഹ്യൂമൻ നേച്ചർ, concept of self, life goals, definition of happiness and well-being. Western psychology sees humans as evolved animals. Indian psychology sees human as part of the divine. അതായത് പോസിറ്റീവ് സൈക്കോളജിയും ഇന്ത്യൻ സൈക്കോളജിയും സ്ട്രെങ്തിനെയും ഹാപ്പിനെസിനെയും വെൽബീയിങ്ങിനെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ ഒരു ഹ്യൂമൻ അവർ നോക്കി കാണുന്ന രീതി, അവരുടെ അപ്രോച്ചസ് ഡിഫറെന്റ് ആണ് അല്ലെ. വ്യൂ ഓഫ് ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സെൽഫ്, ലൈഫ് കോഴ്സ്, ഇതൊക്കെ ഡിഫറെന്റ് ആണ് ഇവർ ഈ പോസിറ്റീവ് സൈക്കോളജി ആൻഡ് ഇന്ത്യൻ സൈക്കോളജി വെച്ച് നോക്കുന്ന സമയത്ത്. വെസ്റ്റേൺ സൈക്കോളജി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എന്താണ് പറയുന്നത്, ഇവോൾവ് അനിമൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവല്യൂഷണറി ആയിട്ട് വന്ന ആൾക്കാരാണ് നമ്മൾ ഹ്യൂമൻ എന്നാണ് പറയുന്നത് വെസ്റ്റേൺ സൈക്കോളജി. പക്ഷെ ഇന്ത്യൻ സൈക്കോളജി പറയുന്നതോ നമ്മളൊരു പാർട്ട് ഓഫ് ഡിവൈൻ, ഒരു ദൈവികമായ ഒരു പാർട്ടാണ് നമ്മൾ എന്നാണ് ഇന്ത്യൻ സൈക്കോളജി പറയുന്നത്. വെസ്റ്റേൺ സൈക്കോളജി പറയുന്നത് പക്ഷെ അങ്ങനെയല്ല, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അനിമൽസിലൂടെ ഇവോൾവ് ആയി വന്നവരാണ് നമ്മൾ മനുഷ്യർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യൻ സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും തമ്മിലുള്ള ഒരു ബന്ധം. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചല്ലോ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് എഴുതാം, ഇനി ഇന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജി. പിന്നെ അവർ തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, കാരണം ഇവർ രണ്ടും പഠിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്, പക്ഷെ അവർ പഠിക്കുന്ന അപ്രോച്ചസ് ഡിഫറെന്റ് ആണ് അല്ലേ. അതാണ് ഈ ഒരു ടോപ്പിക്. നെക്സ്റ്റ്, religious and spiritual practices for enhancing well-being. Well-being enhance ചെയ്യാൻ വേണ്ടിയിട്ട് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് നടത്തുന്നുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, യോഗ, മെഡിറ്റേഷൻസ്, കാര്യങ്ങളൊക്കെ. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് യോഗ ആൻഡ് വെൽബീയിങ്. യോഗ എങ്ങനെയാണ് വെൽബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുന്നത്? ബോഡി ആൻഡ് മൈൻഡ് ആർ ഇന്റർ കണക്റ്റഡ്. യോഗ ഇന്റഗ്രേറ്റ്സ് മൈൻഡ് ആൻഡ് ബോഡി, പ്രൊമോട്ട്സ് ഹാപ്പിനെസ്, വെൽബീയിങ്.
യോഗ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും കണക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഹാപ്പിനെസ് വെൽബീയിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ യോഗ എന്ന് പറയുന്നത് നമ്മൾ പതഞ്ജലി യോഗേനാണ് യോഗ എന്ന് പറയാ. അത് അഷ്ടാംഗ യോഗ എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. അതായത് അതിൽ 8 ലിംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷെ യമ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ റിസ്ട്രെയിൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ എത്തിക്കൽ ഗോൾസ്, എത്തിക്കലി നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിയമം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒബ്സർവൻസ്, അതായത് സ്വന്തമായി നമ്മൾ നമ്മളെ എങ്ങനെ നോക്കിക്കാണും, നമ്മൾ നമ്മളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിയമ പറയുന്നത്. അതായത് യമ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, എത്തിക്കലി നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, നിയമ നമ്മുടെ സോളിനായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു. ആസന പോസ്റ്റേഴ്സ്, ഓരോ പോസ്റ്റർ നമുക്ക് ആസന അറിയാം. നമ്മള് വജ്രാസന, ആസന എന്നൊക്കെ നമുക്ക് അറിയാം. അങ്ങനത്തെ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമില് ഫിസിക്കലി നമ്മൾ ആ പോസ്റ്റേഴ്സ് വെക്കുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് കൂടുന്നു, നമ്മുടെ വെൽബീയിങ്, റെസിലിയൻസ് ഒക്കെ കൂടുന്നു എന്നാണ് പറയുന്നത്. പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസസ് നമ്മൾ പറഞ്ഞു. പ്രാണമയ കോശേന പ്രാണായാമ ട്രിഗർ ചെയ്യുന്നല്ല, അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബ്രീത്തിങ് എക്സസൈസ് കൂടുമ്പോൾ നമ്മുടെ എനർജിയും അതിനനുസരിച്ച് കൂടും, നമുക്ക് വെൽബീയിങ്ങും അതിനനുസരിച്ച് കൂടും. നെക്സ്റ്റ് പ്രത്യാഹാര, വിഡ്രോവൽ ഓഫ് സെൻസസ്, അതായത് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ വേറെ സെൻസസിനെ കുറിച്ചൊക്കെ നമ്മൾ അൺഅറ്റൻഡ് ആയിരിക്കുക. ബാക്കിയുള്ള സെൻസസിനായിട്ട് ഒന്നും തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ധാരണ, കോൺസെൻട്രേഷൻ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക. ധ്യാന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, നമുക്കറിയാം മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ സോളിന് അല്ലെങ്കിൽ സെൻസ് ഓഫ് സെൽഫിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മെഡിറ്റേഷൻ. ദെൻ സമാധി ഹയർ കോൺഷ്യസ്നസ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മോക്ഷ. അതേപോലെ തന്നെ നമ്മുടെ ആനന്ദമയ കോശയൊക്കെ പറഞ്ഞ പോലെ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഭയങ്കര റിയലൈസ്ഡ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഹയർ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് വരുന്നതിനാണ് ലാസ്റ്റ് സമാധി. ഇതാണ് ഒരു യോഗയുടെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യോഗ ആൻഡ് വെൽബീയിങ്, യോഗ നമ്മളുടെ ബോഡിയെയും മൈൻഡിനെയും എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് മാസ്റ്ററി. സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we fully seek happiness in external pleasure leads to emptiness. Gita, true joy is within, well-being requires self-realization. Self is the friend and enemy of the self. Practices that promote self-mastery. അത് നമ്മൾ നോക്കാം. ആദ്യം സെൽഫ് മാസ്റ്ററി എന്താ നമുക്ക് നോക്കാം. സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ പ്ലഷേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു ഈ ഫോൾസ്ലി സീക്ക് ഹാപ്പിനെസ് ഇൻ എക്സ്റ്റേണൽ പ്ലഷേഴ്സ്, അതായത് എക്സ്റ്റേണൽ ആയിട്ട് നടക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, അതിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. പക്ഷെ സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ ജോയ് ഇസ് വിത്തിൻ, നമ്മുടെ ഉള്ളിലാണ് ജോയ് എന്നാണ് പറയുന്നത്. നമ്മളെ സെൽഫാണ് നമ്മളുടെ ഫ്രണ്ട്, സെൽഫാണ് നമ്മളുടെ എനിമി. അതായത് സെൽഫിനെ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ട്രൂ ജോയ് വരുന്നത് എന്നാണ് ഗീത, അതായത് ഭഗവത്ഗീത സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ സെൽഫ് മാസ്റ്ററീസ് ഇംപ്രൂവ് ചെയ്യാം? സെൽഫ് മാസ്റ്ററി ആണല്ലോ വെൽബീയിങ്ങിനെ കൂട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ സെൽഫ് മാസ്റ്ററി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? മൈൻഡ്ഫുൾനെസ്, വിപാസന, പ്രക്ഷധ്യാന, സുദർശന ക്രിയ, സേവ. അതായത് മൈൻഡ്ഫുൾനെസ്സിനോട് വിഭാസന നമ്മൾ ഇനി പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിഭാസന നമ്മൾ ഇനി സംസാരിക്കുന്നുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനാണ് വിപാസന എന്ന് പറയുന്നത്. പ്രക്ഷധ്യാന, ധ്യാനത്തിൽ ഇരിക്കുന്നത്. സുദർശൻ ക്രിയ, സേവ. സേവ ഇസ് സർവീസസ്. ഇതാണ് പ്രാക്ടീസ്, നമുക്ക് സെൽഫ് മാസ്റ്ററി അച്ചീവ് ചെയ്യാനുള്ള പ്രാക്ടീസസ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് വെർച്യൂസ്. ഗീതാസ് ദൈവി സമ്പത്ത്. ഗീതാസ് ദൈവി സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പറയുന്ന ഡിവൈൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. പ്യൂരിറ്റി, ഫിയർലെസ്നെസ്, സെൻസ് കൺട്രോൾ, ട്രൂത്ത്, കമ്പാഷൻ, മൊഡസ്റ്റി, പേഷ്യൻസ്, ഫോർട്ടിറ്റ്യൂഡ്. ഇതൊക്കെയാണ് ഗീത പറയുന്നത്. അതായത് ഗീത എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീത പറയുന്ന ഡിവൈൻ ക്വാളിറ്റീസ്, നമ്മുടെ വെർച്യൂസ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽബീയിങ് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. അതിനൊപ്പം നിന്ന് നമ്മൾ അസുരീ സമ്പത്തുകൾ, ക്വാളിറ്റീസ് ടു അവോയ്ഡ്, അറഗൻസ്, ആങ്കർ, ഹിപ്പോക്രസി, ഇതെല്ലാം അവോയ്ഡും ചെയ്യണം. ഹിപ്പോക്രസി ഇൻ ദ സെൻസ് നമ്മൾ എന്താ പറയാ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും ഒരു പെർഫെക്റ്റ്
അഭിപ്രായമില്ലാതെ നമ്മൾ ഫേക്ക് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതിനെയാണ് നമ്മൾ ഹിപ്പോക്രസി എന്നൊക്കെ സംസാരിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കി സെൻസ് ഓഫ് കൺട്രോൾ, ട്രൂത്ത്, കമ്പാഷൻ പോലത്തെ ഡിവൈൻ ക്വാളിറ്റീസ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വെൽബീയിങ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിപാസന മെഡിറ്റേഷൻ മീൻസ് ഇൻസൈറ്റ് കോർ ടീച്ചിങ് ഓഫ് ബുദ്ധ 10 days, അതായത് മീൻസ് ഇൻസൈഡ് കോർ ടീച്ചിങ് ഓഫ് ബുദ്ധ. ബുദ്ധയാണ് വിപാസന മെഡിറ്റേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്, ബുദ്ധിസം. അപ്പൊ ഇൻസൈറ്റ് ആണ് അതിൽ പറയുന്നത്. 10 days സൈലന്റ് പ്രാക്ടീസ്, അതായത് ആരോടും സംസാരിക്കാതെ, ഒന്നും വായിക്കാതെ, എഴുതാതെ, ഔട്ടർ വേൾഡിനായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ 10 ദിവസം സൈലൻസ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡെവലപ്പ് മെന്റൽ സ്ട്രെങ്ത്, ഇൻസൈറ്റ്, ഗുഡ് വിൽ. ഇതാണ് വിപാസന മെഡിറ്റേഷൻ. റിയൽ ഹാപ്പിനെസ്, പീസ്, ഇക്വാനിമിറ്റി, ഗുഡ് വിൽ. അപ്പൊ നമ്മൾ ഇതിൽ അക്കോർഡിംഗ് ടു ബുദ്ധിസം നമ്മൾ വെൽബീങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്? 10 days സൈലൻസ് പ്രാക്ടീസ് ആണ്. ആൻഡ് അഞ്ചാമത് നമ്മൾ പറയുന്നത് പ്രാണായാമ, സയൻസ് ഓഫ് ബ്രെത്ത്. നമ്മളിപ്പോ കുറെ വട്ടം പ്രാണായാമനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ബ്രീത്തിങ് എക്സസൈസ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമ എന്ന് പറയുന്നത്. ഈ പ്രാണ എന്ന് പറയുന്നത് വിറ്റൽ എനർജിയാണ്. നമ്മൾ പറഞ്ഞു പ്രാണമയ ഘോഷയിൽ നമ്മൾ പറഞ്ഞു വിറ്റൽ എനർജി നമ്മുടെ ബോഡിയെ പിടിച്ചു നിർത്തുന്ന എനർജിയാണ്. ബ്രെത്ത് കൺട്രോൾസ് മൈൻഡ്. ബ്രെത്ത് ഇസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. റെഗുലേറ്റിംഗ് ബ്രെത്ത് ഹെൽപ്സ് അറ്റൈൻ ഹയർ കോൺഷ്യസ്നെസ്. നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ സഹായിക്കും. ഇതിൽ കുറെ ടൈപ്സ് വരുന്നുണ്ട്. നാഡിശോധന, കപലഭാടി, ഭസ്ത്രിക, യുജൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് വരുന്നുണ്ട്. ഈ ടൈപ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ബോഡിയും മൈൻഡ് നമ്മളൊരു ബ്രിഡ്ജ് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹയർ കോൺഷ്യസ്നെസ്സിനെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രാണായാമം. ദെൻ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിപാസന മെഡിറ്റേഷൻ പറയുന്ന പോലെ തന്നെ ഹാർമണൈസസ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. സ്പിരിറ്റ് മൈൻഡ് ബോഡിനെ ഒരു കണക്ഷൻ കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മളെ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇതിൽ വരുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സെൽഫ് ഇൻക്വയറി, മൈൻഡ്ഫുൾനെസ്, റിഫ്ലക്ഷൻ, കോൺസെൻട്രേഷൻ, കണ്ടംപ്ലേഷൻ, പ്രയർ, ക്വയറ്റ് മൈൻഡ്, കൺട്രോൾ ബ്രീത്തിങ് ആൻഡ് പ്ലസ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രാക്ടീസസ്. ഇത് എന്തിനൊക്കെ ഓവർകം ചെയ്യാൻ സഹായിക്കും? ഹാബിറ്റ്സ്, കൺഫ്യൂഷൻ, ഹെൽപ്ലെസ്നെസ്, സ്ട്രെസ്, സഫറിങ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിക്കും. ന്യൂറോസയൻസ് ഷോസ് മെഡിറ്റേഷൻ ക്യാൻ എക്സ്പാൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിന്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും എന്ന് ന്യൂറോ സയൻസസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഗുണാസ് ആൻഡ് സ്വഭാവ. നമ്മൾ ഗുണേനെ കുറിച്ച് സംസാരിച്ചു അല്ലെ? കുറച്ച് മുന്നേ നമ്മൾ ഗുണേനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സത്വ, രജസ്, തമസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഗുണേനെ കുറിച്ച്. അപ്പൊ ഈ ഗുണാസ് എന്ന് പറഞ്ഞാൽ 3 ഗുണാസ് ആണ് ഒരു മനുഷ്യനിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. 3 ഗുണാസ്: സത്വ, ഇലുമിനേഷൻ, ക്ലാരിറ്റി, വെർച്യു. അതായത് ഭയങ്കര കാമായി സെൽഫ് കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നവരെയാണ് നമ്മൾ സത്വ എന്ന് പറയുന്നത്. രജസ്, ആക്ടിവിറ്റി, ഡിസയർ, റെസ്റ്റ്ലെസ്നെസ്. അതായത് അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും. തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ആണ്, ഡൾനെസ് ആണ്, ലേസിനെസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെങ്ങനെ വെൽബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ സത്വിക് എന്ന സെൽഫ് കൺട്രോൾ, സിറൈൻ, വെർച്വസ്, ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് രജസ്. അതേപോലെ തമസിക് ആയിട്ടുള്ള ആൾക്കാർ ലെതർജിക്, നെഗ്ലിജന്റ്, കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്യും? വെൽബീയിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസിങ് രജസ് ആൻഡ് തമസ്. ഈ ഗുണാസ് എല്ലാം നമ്മളെ ബോഡി, ഒരു മനുഷ്യന്റെ ബോഡിയിൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രജസിക് ആയിട്ടുള്ള കാര്യങ്ങളും തമസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ട് സത്വിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഈ സത്വിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. സത്വിക് ഡയറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ നമുക്കറിയാം, ഫുഡൊക്കെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സത്വിക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സത്വിക് ഇൻക്രീസ് ചെയ്തിട്ട് ബാക്കി റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വെൽബീയിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ വെൽബീയിങ് കൂട്ടാൻ. യോഗ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽബീയിങ് കൂട്ടാൻ പറ്റും. യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, സെൽഫ് മാസ്റ്ററി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പറ്റും.
ഡെവലപ്മെന്റ് ഓഫ് വേർച്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പറ്റും, വിപാസന മെഡിറ്റേഷൻ ഒക്കെ പറ്റും, പ്രാണായാമ, മെഡിറ്റേഷൻ, ഗുണ ആൻഡ് സ്വഭാവ. ഇത്രയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ ഫസ്റ്റ് മുതൽ ഒന്ന് നോക്കാം. ഈ മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ ഈ മൊഡ്യൂളിൽ, പക്ഷെ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇന്ത്യൻ സൈക്കോളജി എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ദെൻ നമ്മൾ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് സംസാരിച്ചു. വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് എപ്പോഴും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള എംപിരിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഇന്നർ സെൽഫ്, ഇന്നർ സോള്, ഇന്നർ പീസ്, ഹയർ കോൺഷ്യസ്നെസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പറഞ്ഞു. പിന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് വെസ്റ്റേൺ, പക്ഷെ ഇത് കുറച്ചുകൂടി കളക്ടിവിസ്റ്റിക് ആണ് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്. പിന്നെ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ വെൽബീങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ, ആനന്ദമയ കോശനെ കുറിച്ച് സംസാരിച്ചു. ആയുർവേദം എങ്ങനെയാണ് പറയുന്നത് എന്ന് സംസാരിച്ചു. ബുദ്ധിസത്തിനെ കുറിച്ച് സംസാരിച്ചു. ബുദ്ധിസം എന്താ പറയുക, നിർവാണിയും ഈക്വലസ്നെസ്സിനെ കുറിച്ച് സംസാരിച്ചു. ഭഗവത്ഗീത പറഞ്ഞ സ്ഥിതി പ്രജ്ഞ, അതായത് നമ്മൾ ഐഡിയൽ ആയിട്ട് ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കാമായിരിക്കണം, അതായത് ഹാപ്പി ആയാലും സാഡ് ആയാലും കാമായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ദെൻ ഇൻക്ലൂസീവ് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എവറിത്തിങ് ഇൻ ദ വേൾഡ് ഇസ് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഐ എം പാർട്ട് ഓഫ് ദിസ് യൂണിറ്റി, സോ ഈ യൂണിറ്റിയിലുള്ള എല്ലാതും എന്റെ ഫാമിലിയാണ് എന്ന് വിചാരിക്കുന്നത് കൂടെ നമുക്ക് വെൽബീങ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് വേദാന്തയാണ് പറയുന്നത്. പിന്നെ ധർമ്മ പറഞ്ഞു. പുരുഷാർത്ഥം നമ്മള് മനുഷ്യർ അച്ചീവ് ചെയ്യേണ്ട 4 ഗോൾസ് നമ്മൾ സംസാരിച്ചു. ദെൻ ഇന്ത്യൻ സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടും പറയുന്നത് സ്ട്രെങ്തിനെയും വെൽബീങ്ങിനെ കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ വ്യൂ ഓഫ് ഹ്യൂമൻ നേച്ചർ കൺസെപ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. വെസ്റ്റേൺ സൈക്കോളജി എന്താണ് ഹ്യൂമൻസ് നോക്കിക്കാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ്. പക്ഷെ ഇന്ത്യൻ സൈക്കോളജി ഇസ് ദ പാർട്ട് ഓഫ് ഡിവൈൻ ആണ്, നമ്മൾ ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ്, നമ്മൾ യോഗനെ കുറിച്ച് സംസാരിച്ചു. സെൽഫ് മാസ്റ്ററി, ഡെവലപ്മെന്റ് ഓഫ് വെർച്യൂസ്, വിപാസന മെഡിറ്റേഷൻ, പ്രാണായാമ, മെഡിറ്റേഷൻ ആൻഡ് ഗുണാസ് ആൻഡ് സ്വഭാവ, ഇതൊക്കെ സംസാരിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ന്യൂ ഫീൽഡ് അല്ലേ, ബിക്കോസ് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അധികം പഠിക്കാത്തതുമാണ്. പിന്നെ അതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മൊഡ്യൂൾ ചെറുതാണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. ആകെ ഈ ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഈ ഒരു നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയും വെസ്റ്റേൺ പെർസ്പെക്റ്റീവും ഇന്ത്യൻ പെർസ്പെക്റ്റീവും പോസിറ്റീവ് സൈക്കോളജിയും ഇന്ത്യൻ പെർസ്പെക്റ്റീവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ദെൻ വെൽബീയിങ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എന്താണ് വെൽബീയിങ് ആൻഡ് എങ്ങനെയാണ് വെൽബീയിങ് ഇൻക്രീസ് ചെയ്യുക ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ഇത്രയും 4 ടോപ്പിക്കേ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുള്ളൂ. അപ്പൊ നന്നായിട്ട് ഇത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് 2 മൊഡ്യൂളാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, പോസിറ്റീവ് സൈക്കോളജി കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പോസിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് എമേർജ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്താണ് വെൽബീയിങ് എന്ന് നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയും അതർ ഏരിയാസിനെ കുറിച്ചും സംസാരിച്ചു. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.